ഈ പ്രഭാതത്തിലെ ധ്യാനത്തിനായി യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം അതിലെ 2-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. യഹോവ യോശുവയോട് കൽപ്പിച്ചത്, ഞാൻ എരിഹോവിനെയും അതിൻ്റെ രാജാവിനെയും യുദ്ധൻ വീരന്മാരെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. നമുക്കിഷ്ടമുള്ളതുപോലെ ചെയ്യുവാൻ വേണ്ടി ദൈവം ചിലതിനെ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുക. നമ്മൾ പലപ്പോഴും ആഗ്രഹിച്ചിട്ടില്ലേ, ദൈവമേ എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്നതൊക്കെ ചെയ്യുമായിരുന്നു എന്ന്. ദൈവമേ എൻ്റെ കയ്യിൽ അല്പം സാമ്പത്തികം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ സാധുക്കളെയൊക്കെ സഹായിക്കുമായിരുന്നു എന്ന് ചിന്തിച്ച ചിലരെങ്കിലും എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ ചിലതൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചു പോയിട്ടില്ലേ? പക്ഷേ അത് കണ്ട ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയാൻ വേണ്ടി എന്നോട് പറയുകയാ, ദൈവം എന്ത് ചെയ്യും? നിങ്ങളുടെ കയ്യിൽ ചിലതിനെ ഏൽപ്പിച്ചു തരികയാ. 5 അപ്പവും 2 മീനും യേശുനാഥന്റെ കയ്യിലേക്ക് വന്നപ്പോൾ അത് എത്ര അധികമായി വർദ്ധിച്ചതുപോലെ തന്നെ നമ്മുടെ കയ്യിലും ദൈവം ചിലത് തന്നിട്ട് ദൈവം എന്ത് ചെയ്യാൻ പോവുകയാണ്? അതിനെ വളർത്താൻ പോവുകയാണ്. ദൈവം ചെയ്ത ചില കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കാൻ പോവുക. വിശ്വാസമുണ്ടോ? വിശ്വസീര് ദൈവം ചെയ്ത ചില കാര്യങ്ങൾ, നമ്മുടെ കർത്താവ് ചെയ്ത കാര്യങ്ങൾ. യേശു ചില രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, സൗഖ്യം ലഭിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം ചില രോഗികളെ ദൈവം നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ പോവുക. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സൗഖ്യം നടക്കുന്നത് നിങ്ങളുടെ കണ്ണു മുമ്പ് കാണാൻ പോവുകയാണ്. ചില മാനസികമായി തകർന്ന ചില പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങളുടെ മുൻപിൽ എത്തിക്കാൻ പോവുകയാണ്. നിങ്ങൾ അവരെ പണിതെടുക്കുവാൻ, കുശവന്റെ കയ്യിലെ കളിമണ്ണ് പാത്രം പോലെ ചില ഉടഞ്ഞ പാത്രങ്ങളെ ദൈവം നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ പോവുകയാണ്. എന്തിനാണെന്ന് അറിയാമോ? അതിനെ ഒന്ന് പുതുക്കി പണിതുവാൻ. ദൈവം ചിലത് ഏൽപ്പിക്കുമ്പോൾ ആ ഏൽപ്പിച്ചവൻ ആരാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ ഭയപ്പെടേണ്ട. മോശയെ ദൈവം ഇസ്രായേൽ ജനത്തെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ മോശ കരുതിയില്ല ഈ ജനത്തെ നയിക്കുവാൻ കഴിയുമെന്ന്. അതുകൊണ്ടാണ് മോശ മാറിപ്പോകാൻ ശ്രമിച്ചത്. ഞാൻ വിക്കനാ, തടിച്ച നാവുള്ളവനാ, എന്നെ കൊണ്ട് കഴിയത്തില്ല എന്നൊക്കെ മോശ പറഞ്ഞൊഴിഞ്ഞത്. ആ ചോദ്യങ്ങളുടെ മുൻപിൽ ദൈവം പറഞ്ഞ ഒറ്റ വാക്കിതേ ഉള്ളൂ, വിക്കനെയും തടിച്ച നാവുള്ളവനെയും സൃഷ്ടിച്ചവൻ ഞാനല്ലയോ മോശയെ എന്ന് പറഞ്ഞാൽ, ദൈവമക്കളെ, നമ്മളെ ഉള്ളതുപോലെ അറിഞ്ഞിട്ടാണ് ദൈവം ചിലത് നമ്മെ ഏൽപ്പിക്കുന്നത്. ആകയാൽ ആ ഏൽപ്പിക്കുന്നതിനെ ഒന്ന് ഉപയോഗിക്കാൻ നമ്മൾ വിശ്വസ്തരായാൽ, അല്പത്തിൽ ഞാനും നിങ്ങളും വിശ്വസ്തരായാൽ അധികത്തിൽ ദൈവം നമ്മളെ വിചാരകരാക്കും. ഇന്ന് ദൈവം നിങ്ങളുടെ കയ്യിൽ തന്നത് അല്പമേ ഉള്ളോ? അതൊന്ന് വിശ്വസ്തയോടെ വ്യാപാരം ചെയ്താട്ട്. നിങ്ങൾക്ക് അല്പസമയമേ പ്രാർത്ഥിക്കാൻ കഴിയത്തുള്ളൂ. അതൊന്ന് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്ക്. വിശാലതയിലേക്ക് ദൈവം നടത്താൻ പോവുക. നിങ്ങൾക്ക് വലിയ ശക്തമായി ആരാധിക്കുവാൻ കഴിയാത്ത സാഹചര്യമാണോ? അതിനെ ദൈവകരങ്ങളൊന്ന് വിട്ടുകൂടെ? എന്താ ദൈവം നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നത്? അത് ദൈവമാണ് തന്നതെന്ന് ഓർത്തുകൊണ്ട് അതിനൊന്ന് വ്യാപാരം ചെയ്ത് വളർത്തുവാൻ ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നെങ്കിൽ ഈ പകൽക്കാലം ദൈവം ചിലതൊക്കെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ പോവുകയാ. ഏൽപ്പിക്കുന്നത് ദൈവമാണെന്ന് ഓർത്തുകൊണ്ട് വിശ്വസ്തയോടെ അതിനെ വ്യാപാരം ചെയ്യുക. നിങ്ങൾക്ക് അതിൽ കൂടെ നന്മ കാണാൻ സാധിക്കും, നിങ്ങൾക്ക് വളർച്ച കാണാൻ സാധിക്കും. ആകയാൽ ഇന്ന് പകൽക്കാലം ദൈവം തരുന്നതിനെ ഏൽപ്പിക്കുന്നതിനെ ഭംഗിയായി ഏറ്റെടുത്ത് ഭംഗിയായി പ്രവർത്തിച്ച് മുൻപോട്ട് കൊണ്ടുപോകുവാൻ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, ദൈവം നിങ്ങളെ വളർത്തും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.